ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ നമുക്ക് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സൈസിലുള്ള 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അതുപോലെ ഇത് തണുത്ത് കഴിഞ്ഞാലും ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ചൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പഴംപൊരിൻ്റെ ബാറ്റർ റെഡിയാക്കല്ലേ, അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പഴംപൊരിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ പാനിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഴം ഓരോന്നായിട്ട് ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പഴംപൊരിയിൽ സോഡാപ്പൊടിയൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്